ശബരിമലയിലെ സ്വർണം നഷ്ടമാകാൻ കാരണം ഉദ്യോഗസ്ഥരെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ. തിരുവാഭരണ കമ്മീഷണർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും എൻ വിജയകുമാർ 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. തിരുവാഭരണ കമ്മീഷണർ അറിയാതെ പോകത്തില്ല. കാരണം വെച്ചാൽ മാനുവൽ അനുസരിച്ച് പ്രകാരം തിരുവാഭരണ കമ്മീഷണറാണ് എല്ലാ വാല്യൂബിൾസിൻ്റെയും കസ്റ്റോഡിയൻ. അവരുടെ ഭാഗത്താണ് വീഴ്ച എന്നാണ് അറിയുന്നത്. അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഞങ്ങൾ ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം ബോർഡിൻ്റെ നിയമാവലിക്ക് അനുസരിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഒരിക്കലും തീരുമാനിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയത്തില്ല, എന്നെ വന്ന് കണ്ടിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ റൂമിലും വന്നിട്ടില്ല. ബോർഡ് ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തെറ്റായ തീരുമാനമാണെങ്കിൽ അവർ അന്ന് തന്നെ പത്രത്തിൽ കൊടുക്കുമായിരുന്നു, അന്ന് തന്നെ അവർ ഇഷ്യൂ ആക്കുമായിരുന്നു. ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ ബോർഡ് അഥവാ എടുക്കുന്നതെങ്കിൽ ശബരിമല തന്ത്രിയുടെ ശുപാർശയുടെ അനുസരിച്ച് തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൊണ്ടുപോകാനും കൊണ്ടുവരാനും തീരുമാനിക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ റിനു. SKN ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് എന്നുള്ളതാണ് 2019 ദേവസ്വം ബോർഡ് അംഗമായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള എൻ വിജയകുമാർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കസ്റ്റോഡിയൻ, അതായത് തിരുവാഭരണം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണർക്കാണ്. ഈ KA ബൈജു ആണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ. എന്തായാലും 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ എൻ വിജയകുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെയും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണവുമായി എൻ വിജയകുമാറും രംഗത്ത് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു സ്വർണ്ണാഭരണം നൽകുവാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വർണം കൊടുത്തുവിടുവാൻ വേണ്ടി ഒരു തരത്തിലുള്ള തീരുമാനവും അന്ന് ബോർഡ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. തന്ത്രി ഒരു ശുപാർശ ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനം ബോർഡ് എടുക്കൂ. തന്ത്രി അത്തരത്തിലൊരു ശുപാർശ ചെയ്തിട്ടുമില്ല, ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എൻ വിജയകുമാർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തത് സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. ഒപ്പം 2019 ഭരണസമിതിക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും ഇതിൽ സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ ഉത്തരവാദിത്വമെന്നും എൻ വിജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. SKN. താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.